ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ ജിസയിലും ആര്യനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കോംബോ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നെഗറ്റീവ് ആണോ എന്നത് ഇവർ ഇത്രയും നാളും വിചാരിച്ചു വെച്ചിട്ടുണ്ടായത്. ഇവരുടെ ഈ ഒരു കോംബോ പുറത്ത് പ്രേക്ഷകർ അങ്ങേയറ്റം സ്വീകരിച്ചു, മാസാണ് എന്നുള്ളതൊക്കെയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്തും ഓഡിയൻസിനെയും അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്, ഈ ഓഡിയൻസിൽ നിന്നുമൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ വന്ന ഗസ്റ്റുകളിൽ നിന്നും ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ ഈ ഒരു കോംബോ പുറത്ത് പക്ക നെഗറ്റീവാണ് എന്നത്. ശോഭ പലതവണ ഇവർക്ക് രണ്ടുപേർക്കും മാറി മാറി ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിസേലിനോട് തന്നെ പലതവണ പറയുന്നുണ്ട്, ഇൻഡിവിജ്വലായി കളിക്കൂ, ഒറ്റയ്ക്ക് കളിക്കൂ. ഈ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, പുറത്ത് നെഗറ്റീവാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരസ്പരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായത്. എന്നാൽ ആര്യൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും എനിക്കത് പ്രശ്നമില്ല, ഞാൻ അത് നോക്കിയിട്ടൊന്നും നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കിയിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും നീയും തമ്മിൽ എങ്ങനെയാണോ ഇത്രയും നാളും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇനിയും അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, നീ എൻ്റെ ഷാഡോ ആണ് എന്നുള്ളത് പുറത്തുള്ള ഗസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മളെ നോമിനേഷനിൽ ഇടുന്ന സമയത്ത് ഇവിടെയുള്ളവർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ഹിൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ ഈ ഒരു ഗെയിം ഇവർ മാറിക്കളിക്കുമോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി കളിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആര്യൻ അത് ഇൻഡിവിജ്വലായി കളിക്കുമെന്ന്. കാര്യം ആര്യൻ ഇമേജ് കോൺഷ്യസ് അല്ല. ആര്യന് പുറത്ത് മുൻപ് തന്നെ ഒരു ലൈവിൻ്റെ സമയത്ത് ആര്യൻ പറയുന്നുണ്ടായിരുന്നു, പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്കത് പ്രശ്നമില്ല, ഞാൻ ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ നിൽക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ഗെയിം ഒരിക്കലും ആര്യൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജിസേൽ എങ്ങാനും ഇനി ഈ ഒരു കോംബോ വേണ്ട എന്ന് വെക്കുമോ എന്നുള്ളതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്തായാലും ഇവർ ഇൻഡിവിജ്വലായി കളിക്കുകയാണെങ്കിൽ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേൽ നല്ല രീതിയിൽ കയറി വരാൻ, അല്ലെങ്കിൽ ജിസേലിൻ്റെ ഇൻഡിവിജ്വൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്നത് അറിയാനായിട്ട്. പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതായത് രണ്ടാളും പരസ്പരം എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് തിരുത്തുകയുമില്ല, അത് തിരുത്താതെ രണ്ടുപേർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യമാണ് നമ്മൾ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഈ ഒരു കോംബോ ഇവർ അവസാനിപ്പിക്കും എന്നത്. പക്ഷേ പുറത്ത് ഈ ഒരു കോംബോ പക്ക നെഗറ്റീവാണ് എന്നത് രണ്ടുപേർക്കും വ്യക്തമായി മനസ്സിലായിട്ട് ശോഭ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഇവരുടെ ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതാണ്.